കേരളത്തിനൊപ്പം ഭരണമാറ്റം നടന്ന അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. 5 വർഷം നീണ്ട DMK ഭരണം അവസാനിപ്പിച്ച് നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVK അവിടെ ഭരണം പിടിച്ചെടുത്തത്. രൂപീകരിച്ച് 2 വർഷം മാത്രം തികഞ്ഞൊരു പാർട്ടിയാണ് പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ദ്രാവിഡ പാർട്ടികളെ മലർത്തിയടിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഭരണം നേടിയത്. ആകെയുള്ള 234 സീറ്റുകളിൽ 107 സീറ്റുകളാണ് TVK നേടിയത്. കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. TVKയുടെ ഈ പടയോട്ടത്തിൽ ഭരണകക്ഷിയായിരുന്ന DMK തകർന്ന് തരിപ്പണമായി. മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ ഉൾപ്പെടെ പ്രമുഖർക്കെല്ലാം അടിതെറ്റി. സ്റ്റാലിന്റെ തോൽവി DMKയെ മാത്രമല്ല തമിഴ് രാഷ്ട്രീയത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു. കാരണം വമ്പൻ ജനക്ഷേമ പദ്ധതികളും സൗജന്യങ്ങളുമെല്ലാം വാരിക്കോരി നൽകിയുള്ള ഭരണമായിരുന്നു സ്റ്റാലിൻ്റേത്. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാതെ പോരാടുകയും ചെയ്ത നേതാവായിരുന്നു. എന്നിട്ടും തന്റെ സ്ഥിരം മണ്ഡലമായ കുളത്തൂരിൽ TVK സ്ഥാനാർത്ഥിയോട് 8795 വോട്ടുകൾക്കാണ് സ്റ്റാലിൻ പരാജയപ്പെട്ടെങ്കിലും സ്റ്റാലിൻ തളർന്നില്ല. തന്റെ മണ്ഡലത്തിൽ പര്യടനം നടത്തി തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് അദ്ദേഹം നേരിട്ട് നന്ദി പറഞ്ഞു. അന്ന് ധാരാളം ആളുകൾ സ്റ്റാലിന്റെ മുന്നിൽ കൈകൂപ്പി പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളിലുണ്ട് അദ്ദേഹത്തിന്റെ തോൽവിയിലുള്ള അവരുടെ വേദന. തോൽവിക്ക് പിന്നാലെ DMKയെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെല്ലാം കൈവിടുന്നതിനും തമിഴ് രാഷ്ട്രീയം സാക്ഷിയായി. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI പാർട്ടികളെല്ലാം TVKയ്ക്ക് പിന്തുണ നൽകി സർക്കാർ രൂപീകരിച്ചു. 59 അംഗങ്ങളുള്ള DMKയ്ക്ക് ഒപ്പം നിലവിലുള്ളത് ഒരംഗം മാത്രമുള്ള വൈക്കോയുടെ DMDK എന്ന പാർട്ടിയാണ്. ഉദയനിധി സ്റ്റാലിനാണ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ജോസഫ് വിജയ് സഭയിൽ കത്തിക്കയറുകയാണ്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം DMKയെയും സ്റ്റാലിൻ കുടുംബത്തെയും കടന്നാക്രമിക്കുകയാണ് വിജയ്. ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിലെ സംസാരം സ്റ്റാലിൻ വീണ്ടും നിയമസഭയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ്. അതിന്റെ കാരണം ട്രിച്ചി ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ്. വിജയ് മത്സരിച്ച് വിജയിച്ച 2 സീറ്റുകളിലൊന്നാണ് ട്രിച്ചി ഈസ്റ്റ്. പെരമ്പൂർ മണ്ഡലം നിലനിർത്തിയ വിജയ് ട്രിച്ചി ഒഴിയുകയായിരുന്നു. 6 മാസത്തിനകം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. ഇവിടെ MK സ്റ്റാലിൻ മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുകയാണ്. TVKയെ നേരിടാൻ നിലവിലെ സാഹചര്യത്തിൽ സഭയിൽ സ്റ്റാലിനെ പോലൊരു നേതാവ് വേണമെന്നാണ് DMK പറയുന്നത്. ഇക്കാര്യത്തിൽ സ്റ്റാലിൻ സാധ്യത തള്ളുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്നത് അവിടെയും തോൽവി നേരിടുമോ എന്നതാണ്. അവിടെയും സ്റ്റാലിൻ തോറ്റാൽ പിന്നെ DMK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പതനം പൂർണ്ണമാകും. കഴിഞ്ഞ DMK സർക്കാരിന്റെ അഴിമതികളാണ് TVK സർക്കാർ ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. അത് ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്തെ ഭരണമാറ്റത്തിനു പിന്നാലെ AIADMKയിൽ പിളർപ്പുണ്ടാവുകയും നിരവധി MLAമാർ രാജിവെച്ച് TVKയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. അത് DMKയെ സംബന്ധിച്ച് നിർണായകവുമാണ്.